It's Mother's Day. Can you suggest a gift for my mother? ആക്ച്വലി ഫ്രണ്ടിന്റെ ഈ വാട്സാപ്പ് മെസ്സേജാണ് ഈ വീഡിയോയ്ക്ക് കാരണം. മദേഴ്സ് ഡേ. ശരിക്കും അമ്മയെ സ്നേഹിക്കാനും അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കാനും ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടിയായിരുന്നപ്പോൾ, നന്നേ കുട്ടിയായിരുന്ന സമയത്ത് നമുക്കെല്ലാം നമ്മുടെ അമ്മയായിരുന്നു. അമ്മയും അച്ഛനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ അവരെ കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. അവർ തന്നെയാണ് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. വേറെ എല്ലാവരെക്കാളിലും നമ്മൾ സ്നേഹിച്ചിരുന്നത് അവരെയായിരുന്നു. പക്ഷെ കുറച്ചു കാലം അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങി, അമ്മയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും പിടുത്തമില്ല, കാര്യങ്ങളെല്ലാം അറിയുന്നത് ടീച്ചറിനാണ്. ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് ആക്ച്വലി. കാരണം കൊച്ചു കുട്ടികൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തെറ്റുകൾ എഴുതിക്കൊണ്ട് വരും. കാരണം ഒത്തിരി കുട്ടികളെ ഇങ്ങനെ ഒന്നിച്ചിരുത്തി ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നോട്ട്ബുക്കിൽ ഒരു മിസ്റ്റേക്കോ മറ്റോ വന്നുകൊണ്ടിരിക്കും. അതും കൊണ്ട് വീട്ടിൽ വരുമ്പോൾ അമ്മ ഇത് ശ്രദ്ധിക്കും. എന്നിട്ട് അമ്മ പറയും, മക്കളെ ഇത് തെറ്റാണ്, ഇതിങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയും. ഉടനെ പിള്ളേർ പറയും, അമ്മയ്ക്ക് ഒരു വസ്തു അറിയത്തില്ല, ടീച്ചറിനെ എല്ലാം അറിയാവുന്നത്, മിണ്ടാണ്ടിരിക്കുമെന്ന് പറയും. കാരണം കുട്ടികൾ അപ്പോൾ വിചാരിക്കുക ടീച്ചറാണ് ഏറ്റവും വലിയ ശരിയെന്ന്. ആ പ്രായവും കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കുട്ടികൾ പറയാൻ തുടങ്ങും, അമ്മയ്ക്കും ഒന്നും അറിയില്ല, ടീച്ചറിനും ഒന്നും അറിയില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. കാരണം അവർക്കാണ് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്, ബാക്കി ആർക്കും ഒരു വസ്തു അറിയില്ല എന്ന് പറയുന്ന ഒരു ഏജിലേക്ക് കുട്ടികൾ വരും. അത് ശരിക്കും ടീനേജ് തുടങ്ങുമ്പോഴാണ് ഈ ഒരു പ്രായത്തിലേക്ക് പിള്ളേർ ചെന്ന് എത്താറുള്ളത്. ഇനി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും കഥ? കുട്ടികൾ പറയാൻ തുടങ്ങും, ഫ്രണ്ട്സിനും ഒന്നും അറിയില്ല, ബട്ട് എനിക്കാണ് എല്ലാം അറിയാവുന്നത്, ഞാൻ പറയുന്നതാണ് കറക്റ്റ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്, ഞാൻ മാത്രം യോയോ ആണ്, ബാക്കി എല്ലാവരും കൺട്രി ഫെലോസ് ആണ്, ബാക്കി ആർക്കും ഒരു വസ്തു അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു പ്രായത്തിലൂടെയും പിള്ളേർ പോകും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ചെന്ന് ഇനി പെൺകുട്ടികളാണെങ്കിലോ വല്ല പ്രേമത്തിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ കുറച്ച് നാൾ പറഞ്ഞു നടക്കും, എന്റെ ചേട്ടനാണ് ഏറ്റവും വലിയ ശരി, ചേട്ടന് മാത്രമേ കാര്യങ്ങളെല്ലാം പിടുത്തുള്ളൂ, ബാക്കി ആർക്കും ഒന്നും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു പ്രായത്തിലൂടെയും പോവും. അത് കഴിഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴത്തേനും പെൺകുട്ടികൾ മനസ്സിലാക്കും, അമ്മയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിയെന്ന്. അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുകയും അമ്മയെ പോലെ എന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന മറ്റൊരാളും ഈ ലോകത്തില്ല എന്ന് പെൺകുട്ടികൾ തിരിച്ചറിയുന്നത് ആ പ്രായത്തിലാണ്. ആൺകുട്ടികൾക്ക് ഒരു അച്ഛനോട് സമയം എടുക്കും. കുറച്ചും കൂടെ ഏജ് കഴിഞ്ഞ് അവരൊരു അച്ഛനൊക്കെ ആയി കുട്ടി ജസ്റ്റ് ഒന്ന് വളർന്നു തുടങ്ങുമ്പോഴത്തേനും ആൺമക്കളും തിരിച്ചറിയും അമ്മയും അച്ഛനും എന്താണ് എന്ന്. അന്ന് എല്ലാവരും ഒരു ഡയലോഗ് ആലോചിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. എന്താണത്? നീയൊക്കെ ഒരു അച്ഛനും അമ്മയും ആയാലും മാത്രമേ ഈ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അന്ന് നമ്മളെന്താ വിചാരിച്ചത്? പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് അച്ഛനും അമ്മയും ആവാൻ പോവല്ലേ, ഇവരെന്താ ഇതൊക്കെ പറയുന്നത്, ഇവർക്ക് ഓൾഡ് ജനറേഷൻ പീപ്പിൾസ് ആയതുകൊണ്ടാണ് ഇവർക്ക് ഇതൊന്നും മനസ്സിലാവാത്തത് എന്ന് നമ്മൾ പറഞ്ഞു നടന്നു. പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ? ആക്ച്വലി നമ്മൾ ആ കാലഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് ഇതേ ഡയലോഗ് തന്നെ അടക്കി. ഇതൊരു കാലത്തിന്റെ സൈക്കിളാണ്, ഇതൊരു ചക്രമാണ്, ഇതിൽ നിന്ന് ആരും വിട്ടുപോകുന്നില്ല, എല്ലാവരും ഇതിന്റെ പാർട്ട് തന്നെയാണ്. സോ എൻ്റെ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സൈക്കിളിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകും. പക്ഷെ അവസാനം എത്തുന്നൊരു തിരിച്ചറിവ്, ആ തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് മനസ്സുകളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ആ വേദനിപ്പിക്കലിന് നിങ്ങൾ കാരണമാവരുത്. ശരിയാണ്, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് അമ്മയും അച്ഛനും ഒക്കെ ടോട്ടലായിട്ട് എതിരായിരിക്കും. അവർ പറയും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വല്ലാണ്ട് വാശി തോന്നും. ഇതെന്തിനാ ഇത്, ഞാൻ പറയുന്ന എല്ലാ ആഗ്രഹങ്ങൾക്കും എതിര് നിൽക്കുകയാണല്ലോ, എൻ്റെ കൂടെ ഒന്നിനും സപ്പോർട്ട് ചെയ്യുന്നില്ല, മറ്റേ ഫ്രണ്ടിൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങനെയല്ല, ഫ്രണ്ടിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയല്ല, എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഇങ്ങനെയുള്ളത്, ഇവർ മാത്രം ഭയങ്കര പിന്തിരിപ്പനായുള്ള ആൾക്കാരാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒരു കാര്യം മറക്കല്ലേ, ഈ ലോകത്ത് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നമുക്ക് എല്ലാ കാലവും നല്ലത് വരണമേ എന്നാഗ്രഹിക്കുന്ന രണ്ട് ആൾക്കാരുണ്ട്, നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും. എന്നും എപ്പോഴും അവരെ സ്നേഹിക്കാനും അവർക്കൊരു സമ്മാനം വാങ്ങിക്കൊടുക്കാനും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനും ഒരു ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എന്നും എപ്പോഴും ചെയ്യാവുന്നതാണ്. കാരണം ഇതൊക്കെ എന്നും എപ്പോഴും ചെയ്താൽ പോലും നമുക്ക് തന്നൊരു ജന്മം ഉണ്ടല്ലോ, അതിനുള്ള കടം ഈ ജന്മം കൊണ്ടൊന്നും കൊടുത്തു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം സ്നേഹിക്കുക, ആ മനസ്സുകളെ വേദനിപ്പിക്കാതിരിക്കുക, സന്തോഷത്തോടെ സ്വയം ജീവിക്കുക, മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു നൽകുക. Always remember, we are born to win.